സത്യം പറഞ്ഞാൽ ഈ മീൻ കാണുമ്പോഴൊന്നും വറുത്ത് തരണമെന്ന് പറയത്തില്ല. അങ്ങനെ ചില മീനുകളൊക്കെ കാണുമ്പോഴൊക്കെ നമുക്കത് തോന്നത്തുള്ളൂ. അതായത് എൻ്റെ ഇക്കാക്ക്. അപ്പോൾ ഈ മീൻ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരെണ്ണം വറുത്ത് തരണേന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, 1 കിലോ 200 രൂപ കൊടുത്തങ്ങ് മേടിച്ചു. 4 എണ്ണമായിരുന്നു അതിനകത്തുള്ളത്. ഇടത്തരം 4 എണ്ണം. വലിയ നഷ്ടമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മീനിൻ്റെ വിലയ്ക്ക് വെച്ച് നോക്കുവാണെങ്കിൽ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാനത് വെട്ടി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പാട ഇളക്കുന്ന മീൻ എനിക്കങ്ങോട്ട് സെറ്റാവത്തില്ല. ഇതേപോലെ തന്നെയാണ് ഒരു മങ്കട മീനും. ഞാനും അതുമായിട്ടൊന്നും സെറ്റാവത്തില്ല. കാര്യം ഞാൻ പൊളിച്ച് കഴുകി വരുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എല്ലാ ചാലിലും ഇളക്കിയെടുക്കാം എന്നല്ലാതെ എനിക്കിത് പെർഫെക്റ്റായിട്ടൊന്നും വരത്തില്ല കേട്ടോ. കാര്യം പിന്നീടാണിത് ചില സ്ഥലങ്ങളിൽ ഇത് തൊലി ഇരിയത്തില്ല എന്നൊക്കെ അറിഞ്ഞത്. എനിവേ നമ്മളിത് എങ്ങനെയെങ്കിലും തൊലി എരിഞ്ഞെടുത്ത് എങ്ങനെയെങ്കിലും സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാണ്ട് 4 എണ്ണം വെട്ടി വൃത്തിയാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2 എണ്ണം എടുത്ത് കറി വെക്കാം, 2 എണ്ണം എടുത്ത് വറുക്കുകയും ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആഗ്രഹത്തിനും കഴിക്കുകയും ചെയ്യാമല്ലോ. ഇതെത്ര പച്ചമീനാണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു വറുത്തതിന് കേട്ടോ. പക്ഷേ ഞാനതെല്ലാ കൂട്ടും കൂട്ടിയാണ് എല്ലാം ചെയ്തത് തന്നെ. പക്ഷേ എനിക്കങ്ങോട്ട് സാറ്റിസ്ഫൈ ആയില്ല ഈ ഒരു മീൻ കഴിച്ചിട്ട്. പച്ചയാണോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് തന്നെയാണ് സംഭവം. അപ്പോൾ ദാണ്ട് 4 എണ്ണം വല്ല ചാലും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. കല്ലുപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉടയാതെ തന്നെ എടുക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ദാണ്ട് 2 എണ്ണം നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ കഷ്ണിച്ചും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദാണ്ട് അത് വരഞ്ഞ് വെച്ചിട്ട് അതിനുള്ള അരപ്പൊക്കെ അങ്ങോട്ട് തേക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും പിന്നെ അതേപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേന്നാണ് നമ്മളെടുത്ത് വറുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയിൽ മുന്നോട്ടുള്ള വിജയത്തിന് കാരണവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.